ഹലോ, എന്തൊക്കെയുണ്ട്? ഇന്ന് വെനസ്ഡേ ആണ്. അപ്പം ഞാൻ വെനസ്ഡേയ്സിൽ സാധാരണ എക്സസൈസും സ്വിമ്മിങ്ങും ഒന്നുമില്ല, ജസ്റ്റ് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യാറുള്ളൂ. അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ ഗാർഡനിങ് എൻ്റെ അടുത്ത് കുറച്ച് അഡീനിയം പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, ഫുൾ എടുത്ത് റീപോർട്ടിംഗ് ഒക്കെ ചെയ്യാനുള്ളത്. അതിനുവേണ്ടി ഞാൻ തലേദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതൊക്കെ ചെയ്യണമെന്ന്. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ തലേദിവസം തന്നെ ഇന്ന് കുക്ക് ചെയ്യേണ്ട ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ രാവിലെ എല്ലാ സംഭവങ്ങളും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡിയാക്കി വെച്ചാൽ ഗാർഡനിൽ പോയി കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് പരിപാടികളൊക്കെ തീർത്ത് ബേർഡ്സിനുള്ള ഫുഡും ഒക്കെ റെഡിയാക്കി, മോനെ സ്കൂളിൽ വിടാനുള്ളതൊക്കെ റെഡിയാക്കി കാര്യങ്ങൾ ഒതുക്കി കഴിഞ്ഞാൽ എനിക്ക് പതുക്കെ അതിനോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് അഡീനിയം പ്ലാന്റ്സ് റിപ്പോർട്ട് ചെയ്യാനാണ് മെയിൻലി. കാരണം ടെറസയിൽ ഫുള്ള് ഇരിക്കുന്ന കാരണം മൊത്തം മഴയല്ല. ഇപ്പം മഴയത്ത് മൊത്തം അളിഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ താഴെ കൊണ്ടുവന്നാൽ എങ്ങനെയെങ്കിലും ഈ മഴക്കാലം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം. അപ്പോൾ അവനും ഹാപ്പിയാണ്. ഒരു ദിവസം അവന് എക്സസൈസ് ഒന്നും ചെയ്യണ്ട, അവന് റിലാക്സ് ചെയ്ത് പതുക്കെ ഞങ്ങൾ സാധാരണ നേരത്തെ എഴുന്നേൽക്കുന്നത് പോലല്ല എന്ന് വെച്ചാൽ വലിയ ലേറ്റായിട്ടൊന്നുമല്ല, എന്നാലും ഞങ്ങൾക്ക് നോക്കുമ്പം കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ് പോകാമെന്നുള്ളതാണല്ലോ. അപ്പോൾ അവൻ തന്നെ എഴുന്നേൽപ്പിച്ചാൽ മതി, തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഹസ്ബൻഡ് അവനെ സ്കൂളിൽ കൊണ്ട് വിട്ടോളും. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ആഴ്ചയിൽ 2 ദിവസം ഒക്കെയാണ്, 2-3 ദിവസമൊക്കെയാണ് വേസ്റ്റ് എടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ആ വണ്ടി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് താഴെ വന്ന് അതൊക്കെ എടുത്ത് കൊടുക്കുകയൊന്നും വേണ്ട, അവരെടുത്തുകൊണ്ട് പൊക്കോളും. എന്നാലും നമ്മളുള്ളപ്പം ഫുൾ എംപ്റ്റി ചെയ്ത് എടുത്തുകൊണ്ട് പോകുമല്ലോ. ആ കൂട്ടത്തിൽ താഴത്തെ ഫ്ലോർ ക്ലീൻ ചെയ്യുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മൊത്തം രാത്രിയിൽ ഇവിടെ ഡോഗ്സിനെ വിടുന്ന കാരണം ഇവിടെ ഫുള്ള് വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. മഴയാണെങ്കിലും ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഉള്ള ചെടിക്കൊക്കെ ജസ്റ്റ് ഒന്ന് വെള്ളം തളിക്കുക. എനിക്ക് ഈ ലീഫൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം തന്നെയല്ല, വെള്ളം അങ്ങോട്ടൊന്നും വീഴുകയല്ലോ മഴ പെയ്താലും. SPA ഫ്രഞ്ച് ടോസ്റ്റ്. ഞാൻ താഴത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ ഡ്രസ്സൊക്കെ മാറി വന്നു. അപ്പോൾ അവന് ബ്രേക്ക്ഫാസ്റ്റിൽ ഇപ്പോഴേ അറിയണം അവൻ എന്താ ഉച്ചയ്ക്ക് ഞാൻ വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് കൊടുത്ത് അവന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. പിന്നെ ഹസ്ബൻഡ് തിരിച്ച് വരുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ച് അപ്പോൾ എനിക്ക് പിന്നെ ഏരിയയിലോ ക്ലീനിങ്ങിലോട്ടൊക്കെ പോകാമല്ലോ. അപ്പോൾ ദോശയും സാമ്പാറുമാണ് എനിക്ക്. ഹസ്ബൻഡിൻ്റെ ഇത് പിന്നെ അതിന് ദോശ ഇച്ചിരി കൂടെ ഒരു പ്രോട്ടീൻ റിച്ച് ആക്കാൻ വേണ്ടി ഞാൻ അതിനകത്തൊരു മുട്ട പൊട്ടിച്ച് ഓംലെറ്റ് പോലെ അതിൻ്റെ മണ്ടയ്ക്കിട്ട് വെറുതെ ഇങ്ങനെ വെച്ചു. അപ്പോൾ ഒരു പ്രോട്ടീനും ആകും, വെജിറ്റബിൾസിനുള്ള സാമ്പാറും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഹെൽത്തി ഡയറ്റ്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സാധാരണ ഇങ്ങനെയൊന്നും ഞാൻ കഴിക്കാറില്ല, ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ തോന്നുമ്പോഴാണ് കഴിക്കുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഡോഗ്സിനുള്ള ഫുഡൊക്കെ റെഡിയാക്കി. ഇവിടെ എല്ലാം ഇപ്പോഴേ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനിതിയും പിന്നെ അടുക്കളയിലോട്ട് ഇപ്പോൾ ഉടനെ ഒന്നും വരികയില്ല. കാരണം നമ്മൾ ഗാർഡനിലെ പണി തുടങ്ങിയാൽ പിന്നെ സമയം പോകുന്ന അറിയത്തേ ഇല്ല. ഇപ്പോൾ തന്നെ 8 മണി കഴിഞ്ഞു, 8 മണി 8:30 ആയി. അന്നേരം ഇനിയും പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞ് ഞാൻ ബേർഡ്സിനുള്ള ഫുഡും പ്ലേറ്റും എല്ലാം എടുത്തുകൊണ്ട് ടെറസിൽ പോവാണ്. അപ്പം ഞാൻ സാധാരണ ഏവിയറിക്കകത്ത് പോയായിരുന്നു ഇതൊക്കെ ഞാൻ എടുക്കുന്നത്. ഇപ്പം ഞാൻ അകത്ത് പോയി എടുക്കാറില്ല, കാരണം എല്ലാവരും എൻ്റെ മണ്ടയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗാർഡനിൽ എൻ്റെ ബൊഗൈൻവില്ല ചെടികളൊക്കെ പൂക്കളൊക്കെ കഴിഞ്ഞ് ഇനി മൊത്തം മഴയത്താണ് നിൽക്കുന്നത്. എല്ലാം കാട് പോലെ അകത്ത് പിന്നെയും പുല്ലൊക്കെ കിളുക്കാൻ തുടങ്ങി. ഇനി അതൊക്കെ ഒരു ദിവസം ക്ലീൻ ചെയ്യണം. എല്ലാം മഴ പിടിച്ചിരിക്കുകയാണ്. മെയിനായിട്ട് എനിക്കിന്ന് ചെയ്യേണ്ടത് ഈ ബൊഗൈൻവില്ലയുടെ പരിപാടികളല്ല. എൻ്റെ അഡീനിയം ചെടികൾ മൊത്തം അല്ലെങ്കിൽ ചീഞ്ഞു പോകും. ഞാനിനി അതെല്ലാം എടുത്ത് താഴെ ബാൽക്കണിയിൽ കൊണ്ടുപോയി വെക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അതിന് മുന്നേ ഇന്ന് ഞാൻ എൻ്റെ ബേർഡ്സിന് ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്ന സംഭവമാണ് മുരിങ്ങയ്ക്കായും മുരിങ്ങയുടെ ഇലയും. ഒത്തിരി നല്ലതാണ് ബേർഡ്സിന്, അയണും ഒത്തിരിയും അവർക്ക് കടിക്കാനും. എൻ്റെ കൊണൂറിനും ക്രിംസൺ കൊണൂറിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം കൈ പിടിച്ചിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കാനായിട്ട്. നല്ല രസമാണത് കാണാനായിട്ട്. ഇവിടെ അടി നടക്കും ഈ സംഭവം ഞാൻ കൊടുക്കുന്ന ദിവസം. ഇപ്പോൾ കണ്ടോണം എല്ലാവരും എൻ്റെ മേത്തേ വരുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പുറത്തുനിന്ന് തന്നെ ഫുഡ് ആദ്യമേ ഇവർക്ക് വേണ്ടിയുള്ളത് കൊണ്ടിരുന്നത്. എന്നാലും ഫുഡൊന്നും എടുക്കാനായിട്ടൊന്നും പോകത്തില്ല, എൻ്റെ മണ്ടേ വന്നിരുന്ന് എന്നെ കടിക്കുകയും, അതാണ് ഇവരുടെ മെയിൻ ഹോബി. അത് കഴിഞ്ഞിട്ടേ അവർ ഫുഡിലോട്ട് പോവുള്ളൂ. എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെ എൻ്റെ മേത്ത് വന്നിരിക്കുന്നത്. ഞാനതിനാണ് ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ചിക്സിനെ എടുക്കുന്നത്. അതാകുമ്പോൾ അവർ നമ്മുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് ക്രിംസൺ കൊണൂറിൻ്റെ കേജ്, 4 എണ്ണം ഉണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം. കൊടുത്താലും എൻ്റെ കൈയാണ് അവർ കടിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ മറ്റേ ലവ് ബേർഡ്സിനുള്ള എൻ്റെ ബ്രീഡിങ് കേജുകളുണ്ട്, അതിനകത്തുള്ള ലവ് ബേർഡ്സിനുള്ള ഫീഡൊക്കെ ഞാൻ എടുത്തിങ്ങനെ വെക്കും.
അവർക്ക് ഫുഡ് സെപ്പറേറ്റ് കൊടുത്താലും അവരിതിനകത്തുനിന്ന് വന്നെടുക്കാൻ വരും. എല്ലാം കൂടെ മറിച്ചിടലാണ് അവരുടെ പരിപാടി, ഈ 2 എണ്ണങ്ങൾ. പിന്നെ ഓരോരോ കേജിൽ വെള്ളവും മാറ്റി ക്ലീനിങ്ങും എല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി വന്ന് നോക്കും. ഇത് എനിക്കിന്ന് ഞാൻ പറഞ്ഞ പോലെ അഡീനിയം പോട്ടുകളെല്ലാം നമുക്ക് ബാൽക്കണിയിൽ കൊണ്ടുപോകണം. ഞാൻ മറ്റേ വെയിലുള്ള സ്ഥലത്തുനിന്ന് മാറ്റി ഈ ഒരു സൈഡ് ബാൽക്കണി പോലെ ഉള്ളതിൻ്റെ അടിയിലൊക്കെ വെച്ചു. പക്ഷേ വലിയ പ്രയോജനമൊന്നുമില്ല, മഴ കൊള്ളുന്നുണ്ട്. അപ്പോൾ ചില ചെടിയൊക്കെ നന്നായിട്ട് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ താഴെ കൊണ്ട് വെച്ചില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഓരോ ചട്ടി എടുത്തുകൊണ്ട് വന്ന് ഈ ഡോർ അടയ്ക്കണം, അല്ലെങ്കിൽ പൂച്ചകൾ പെട്ടെന്നാണ് ടെറസിൻ്റെ മണ്ടയിലോട്ട് ചാടുന്നത്. അതുകൊണ്ട് എല്ലാ ചട്ടികളും ഓരോന്നോരോന്ന് ആ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു റൂം, മോളിപ്പം കോളേജിൽ പോയതുകൊണ്ട് അവളുടെ റൂമിൻ്റെ ബാൽക്കണിയിലാണ് ഞാൻ ഈ എല്ലാം കൊണ്ട് വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. മറ്റേ ബാൽക്കണിയിൽ ആയിരുന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്നേരം പിന്നെ ഞാൻ അതിൻ്റെ ചുറ്റും വല കെട്ടണം, ഭയങ്കര പാടാണ്. ആ കൂട്ടത്തിൽ ഇപ്പം നോക്കിയ ഉടനെ എനിക്ക് ചാണകപ്പൊടിയുടെ കുറവുണ്ട്, ബാക്കി എല്ലുപൊടിയും NPK ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം അത് വേഗം പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി ബേർഡ്സിന് എനിക്ക് കുറച്ച് ഹാൻഡ് ഫീഡിങ് ചിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെ ഒക്കെ ഫീഡൊക്കെ ചെയ്ത് കുറച്ച് നേരം അതിനെയൊക്കെ കളിക്കാനും ഒക്കെ വിട്ട് ഇപ്പോൾ ഫുഡ് കൊടുത്തതേ ഉള്ളൂ രാവിലെ 6 മണിക്ക്. എന്നിട്ടും ഞാൻ എങ്ങാനും വരാൻ ലേറ്റ് ആയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ഫീഡിങ് ഒക്കെ എടുത്തതാണ്. ഭയങ്കര ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും ഏത് നേരം. എനിക്ക് ഇതുങ്ങളെ എപ്പോൾ ഫീഡ് ചെയ്താലും എപ്പോൾ ഇതിൻ്റെ വഴി എൻ്റെ സൗണ്ട് കേട്ടാൽ അന്നേരം മുതലേ ഇവിടെ അരയ്ക്കാൻ തുടങ്ങും. ഇങ്ങനെ ഇടയ്ക്ക് ഇതുങ്ങളെയൊക്കെ അടച്ച് ഇങ്ങനെ വെച്ച് കളിക്കാൻ വേണ്ടി ഞാൻ വെച്ച് കൊടുക്കുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. പെട്ടെന്ന് പോയി ചാണകപ്പൊടി വാങ്ങിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഉള്ളതാണ് വിസ്മയ ഗാർഡൻസ് എന്ന് പറഞ്ഞത്. ഇതൊന്നാണ് ഞാൻ മാന്യൂറും സോയിലും ഇങ്ങനെയുള്ള ഗാർഡന് വേണ്ടിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ പറയായിരുന്നു, ചേട്ടൻ നാട്ടിൽ പോയ സമയത്ത് വെള്ളം കൂടുതലായിപ്പോയി, 2-3 ചെടിയൊക്കെ അഴുക്കായിപ്പോയെന്ന്. ഇൻഡോർ പ്ലാന്റ്സ് ഇവർ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വരുത്തിച്ച് സെറ്റ് ചെയ്ത് തരുമൊക്കെ ചെയ്യും. എന്ത് സാധനങ്ങളും ഇവിടെ നമ്മൾ ഓർഡർ ചെയ്താൽ വരുത്തിച്ച് തരും, എവിടെ നിന്നാണല്ലോ. ഇപ്പം ദൂരെ എങ്ങും പോകേണ്ട വരികയില്ല. അതിനാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ചാണകപ്പൊടി മാത്രം മതി, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പം പെട്ടെന്ന് തിരിച്ചു പോകാൻ വേണ്ടി വന്നതാണ് ഞാൻ. അന്നേരം ഉള്ള ചെടികളൊക്കെ കണ്ട ഇതൊക്കെ ഈ പുള്ളി ഇവിടെ കടയിലിരുന്നതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഒത്തിരി സംഭവങ്ങളുണ്ട് ഇവിടെ, എനിക്കെല്ലാം കൂടെ കവർ ചെയ്യാനായിട്ട് സമയമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്നാലും കുറച്ചൊക്കെ ഞാൻ കാണിക്കുകയാണ്. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ നന്നായിട്ടൊരു ഇതൊക്കെ സെറ്റ് ചെയ്ത് തരുമൊക്കെ ചെയ്യും. നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി, അവരതുപോലെ സെറ്റ് ചെയ്ത് തരുമൊക്കെ ചെയ്യും. പിന്നെ ചാണകപ്പൊടിയൊക്കെ വാങ്ങിച്ചത് പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്തണമല്ലോ. അന്നേരമാണ് വരുന്ന വഴിക്ക് കുറുക്ക് വഴി കയറാൻ പോയതാണ് ഞാൻ. ഗട്ടറിൽ എങ്ങാണ്ട് ചാടി ഭയങ്കര ഇങ്ങനെ ടയർ പ്രഷർ ലോ ആയെന്നൊക്കെ കാണിച്ച്. അപ്പോൾ പിന്നെ പഞ്ചറൊന്നുമല്ല, ഭാഗ്യത്തിന് കാറ്റ് കുറവാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കാറ്റൊക്കെ അടിച്ച് കമ്മനഹള്ളി വരെ വരേണ്ട വന്നു. പിന്നെ അത്ര സമയം പോയി. എന്നാൽ പിന്നെ സ്റ്റാർബക്സിൽ കയറി ഒരു കോഫിയൊക്കെ എടുത്തുകൊണ്ട് ഓർഡർ ചെയ്ത് നമ്മൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ ഏതായാലും ഉടനെ എങ്ങും റിപ്പോർട്ടിങ് നടക്കുകയില്ല, കാരണം പെട്ടെന്ന് ഇനി അവനെ വിളിക്കാനൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇനിയും അവനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് റിപ്പോർട്ടിംഗ് ഒക്കെ നടക്കുകയുള്ളൂ. സ്കൂളിൽ നിന്നൊക്കെ ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചായയൊക്കെ കുടിച്ച് അവനെ ഒന്ന് സെറ്റാക്കി വെച്ച് എന്നുള്ള ചട്ടികളൊക്കെ ഞാൻ താഴെ കൊണ്ടുവന്നു. ഇനി ഇത് ബാൽക്കണിയിലാണ് 3-4 മാസം ഇരിക്കുന്നത്. അപ്പോൾ ഓരോ ചട്ടികൾ ഞാനിവിടെ റൂമിൽ വരെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ എടുത്ത് പ്രൂൺ ചെയ്ത് ഒരുമിച്ച് വെക്കാം, കാരണം എല്ലാം കൂടെ വെച്ചിട്ട് എനിക്കിവിടെ നിൽക്കാൻ സ്ഥലം കാണത്തില്ല. അപ്പോൾ അത് ഓരോന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവച്ച് പ്രൂൺ ചെയ്ത് വളമൊക്കെ ഇട്ട് സാഫൊക്കെ തേച്ച് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഫുള്ള് ഹാർഡ് പ്രൂണിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. റിപ്പോർട്ടിംഗ് ചെയ്യത്തില്ല. ഇപ്പോൾ ഞാനത് ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ ഞാൻ റിപ്പോർട്ടിംഗ് ചെയ്യാറുള്ളൂ. അങ്ങനെയാണ് ഞാൻ അഡീനിയം പ്ലാന്റ്സിനെ മഴയുടെ സമയത്ത് കെയർ ചെയ്യുന്നത്. ഒന്നും നോക്കത്തില്ല, കണ്ണും അടച്ച് 3-4 നോഡ് വിട്ട് മണ്ട വെച്ച് ഫുള്ള് കംപ്ലീറ്റ്ലി മുട്ടയാക്കി അങ്ങ് എടുക്കും. എന്നിട്ട് സാഫൊക്കെ തേച്ച് നമ്മൾ ചോടൊക്കെ ഇളക്കി അതിനകത്തോട്ട് വളമൊക്കെ ഇട്ട് മാറ്റി വെക്കുക. വളമായിട്ട് NPK 19-19-19, പിന്നെ എല്ലുപൊടി, ചാണകപ്പൊടി, ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തതാണ്. ഇത് കുറച്ച് ഇട്ട് കൊടുക്കത്തുള്ളൂ. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം ഇന്നലെ മഴയത്തിരുന്നത് ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുകയില്ല, ജസ്റ്റ് അവസാനം സാഫ് ഒന്ന് കലക്കി ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബഡ്ജീസിനെ എൻ്റെ പിള്ളേർക്ക് ഞാൻ ഫീഡൊക്കെ കൊടുത്താണ്. എന്നിട്ടും അവരുടെ ഒച്ച കേട്ടോ, ഞാനിവിടെ ഇപ്പുറത്തിരുന്ന് വർത്താനം പറയുന്ന ഒച്ച കേട്ടിട്ടാണ് അവിടെ കിടന്ന് അലയ്ക്കുന്നത്. ഫുള്ളി ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഫുള്ളി ആ സമയത്ത് കട്ട് ചെയ്ത് റീപോർട്ടിങ് ചെയ്യാൻ നോക്കും. ഇല്ലെങ്കിൽ മൊത്തത്തിൽ മാറ്റിയെടുത്ത് ഞാൻ തൂക്കിയിടാറാണ് പതിവുള്ളത്. അപ്പം പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക.
അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. പ്രൂൺ ചെയ്ത കട്ടിങ്സൊക്കെ ഞാൻ ലീഫൊക്കെ മാറ്റി കളഞ്ഞ് വെച്ച് ചെറിയ പോട്ട്സിലൊക്കെ ആയിട്ട് നട്ട് വെക്കാറുമുണ്ട്. ചുമ്മാ ട്രൈ ചെയ്ത് നോക്കുവാണ്, കിളുക്കുമെന്നറിയത്തില്ല.